അനന്തപുരിയിൽ നവ്യയുടെ 7ാം മാസ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ദേവയാനി അനന്തപുരിക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യങ്ങളിലും ഒരു കുറവും വരാതിരിക്കുവാൻ ഓടി നടന്നെല്ലാം ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യേണ്ട ജലജയാവട്ടെ ഒന്നിലും യാതൊരു താല്പര്യവുമില്ലാതെ എങ്ങനെയെങ്കിലും ഈ ചടങ്ങൊന്ന് ഉഴപ്പിക്കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ദേവയാനി ആവട്ടെ ജലജയെ നിർബന്ധിച്ച് കൂടെ കൂട്ടുകയും പണിയെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചടങ്ങ് ദിവസം നേരത്തെ തന്നെ നവ്യയുടെ അച്ഛനും അമ്മയും നന്ദുവും ഒക്കെ അനന്തപുരിയിൽ എത്തിച്ചേരുന്നു. ഈ സമയത്ത് നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്ക് ഓർമ്മയുണ്ടോ? സമയം എത്രയായി? 7ാം മാസ ചടങ്ങിന് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും എത്തിയിട്ടുണ്ട് താഴെ. പക്ഷെ നീ ഇപ്പോഴും കട്ടിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും നീ അറിയുന്നുമില്ല, കേൾക്കുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ ശരിയാകുന്നത്? എഴുന്നേറ്റേ, നമുക്ക് താഴേക്ക് പോകണ്ടേ? എല്ലാവരെയും കാണണ്ടേ? ഓ, നിന്റെ ഒരു ചടങ്ങ്! ഒന്നും മിണ്ടാതിരിക്കുമോ? മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നടക്കുമ്പോഴാണ് ഒരു 7ാം മാസ ചടങ്ങുമായി അവളുടെ ഒരുക്കം. നീ എന്തൊക്കെയാണ് അബി ഈ പറയുന്നത്? നിനക്ക് എന്താണ് ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ? ഇപ്പോൾ ഞാൻ 2-3 ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയേ? ആരെങ്കിലും പെണ്ണുങ്ങൾ എന്തെങ്കിലും പണി വെച്ചിട്ടുണ്ടോ നിനക്ക്? എടി, നീ ഒന്നും മിണ്ടാതിരിക്കാമോ? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ താഴേക്ക് വരണം, അത്രയല്ലേ ഉള്ളൂ. നീ അങ്ങോട്ട് പോയിക്കോ, ഞാൻ വന്നേക്കാം. ശരി. ഇത് പറഞ്ഞ് നവ്യ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. നവ്യ താഴെ എത്തുമ്പോഴേക്കും കനകയും നന്ദുവും ഗോവിന്ദനും കൂടി നവ്യയെ കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഇരിപ്പിടത്തിലൊന്നും എഴുന്നേറ്റ് ചെന്ന് നവ്യയെ കെട്ടിപ്പിടിക്കുകയും ചുംബനം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ദേവയാനിയും നയനയും കൂടി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ദേവയാനി നയനയുടെ മുറിയിലേക്ക് നയന എടുത്തു കൊടുത്തൊരു പുതിയ സാരിയും ഒക്കെ എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയനമോളെ, ഈ സാരി അമ്മയ്ക്ക് ചേരുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ആഹാ, അടിപൊളിയായിരിക്കുന്നു. അമ്മയ്ക്ക് ഈ സാരി എന്ന് മാത്രമല്ല, ഏത് സാരി ഉടുത്താലും നന്നായിട്ട് ഇണങ്ങും. എന്തായാലും മോൾ എനിക്ക് വാങ്ങിത്തന്ന സമ്മാനമല്ലേ, അതുകൊണ്ടാണ് ഇതുടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ മോളോട് തന്നെ ചോദിച്ചത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചില ഷോപ്പിങ്ങുകളൊക്കെ ആരും കാണാതെ ഇനിയും നടത്തണം. ഇത് പറഞ്ഞുകൊണ്ട് ഇരുവരും മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കനക പെട്ടെന്ന് മുകളിലേക്ക് കയറി അവരുടെ മുൻപിലേക്ക് ചെല്ലുകയാണ്. കനകയെ കണ്ട മാത്രയിൽ നയനയും ദേവയാനിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. പെട്ടെന്ന് കനക ചോദിക്കുകയാണ്, ആഹാ, അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറി ഇപ്പോൾ അടുപ്പത്തിലായോ? അത് കേട്ടിട്ട് വലിയ ഗൗരവത്തോടെ ദേവയാനി, എന്തടുപ്പത്തിലായോ എന്നാണ്? ഞാൻ ഇവളോട് എന്തെങ്കിലും സംസാരിച്ചു എന്ന് കണ്ട് ഉടനെ അങ്ങ് ഇഷ്ടമായി എന്നാണോ അതിൻ്റെ അർത്ഥം? ഇവളോടുള്ള എൻ്റെ മനസ്സിലെ വെറുപ്പുണ്ടല്ലോ, അത് ഈ ജന്മത്തിൽ മാറില്ല. ശരിയാണോ നയനമോളെ? ഇതുവരെയും നിന്നോടുള്ള വിരോധം നിന്റെ അമ്മായിയമ്മ അവസാനിപ്പിച്ചില്ലേ? അമ്മ, അതൊന്നും ഒരിക്കലും മാറില്ല. അമ്മയുടെ മനസ്സിൽ അമ്മ എന്തൊക്കെയോ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. അതൊന്നും മാറ്റാൻ ആർക്കും കഴിയില്ല. ഇത് നയന പറയുമ്പോൾ ദേവയാനി, തെറ്റിദ്ധരിച്ചൊന്നും വെച്ചിട്ടില്ല. ഞാൻ ധരിച്ചതെല്ലാം ശരിയായിട്ട് തന്നെയാണ്. അതിലൊരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല. അപ്പോൾ കനക, അത് ശരി, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മോൾ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് കൊണ്ട് എന്താണ് മോളെ പ്രയോജനം? എന്തായാലും ഇന്ന് 7ാം മാസ ചടങ്ങ് കഴിഞ്ഞിട്ട് നവ്യമോളുമായി വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ മോളെ കൂടി കൂട്ടിക്കൊണ്ടു പോകാനാണ് തീരുമാനം. ഇവിടെ അമ്മായിയമ്മ ഉൾപ്പെടെ പലർക്കും മോളെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് മോള് വീട്ടിൽ വന്ന് കുറച്ചുനാൾ നിൽക്ക്. എന്തായാലും ആദർശ് ഇപ്പോൾ മോളെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ആദർശ് താല്പര്യമുള്ളപ്പോൾ അവിടേക്ക് വന്ന് കാണുകയോ 1-2 ദിവസം അവിടെ താമസിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. പിന്നെ ഓഫീസിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും വീട്ടിൽ നിന്ന് പോയി വരുവാനുള്ള ദൂരം മാത്രമല്ലേ ഉള്ളൂ ഓഫീസിലേക്ക്. ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി ഒരു വല്ലാത്ത അമ്പരപ്പോടുകൂടി മനസ്സിൽ പറയുകയാണ്, അയ്യോ, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? നവ്യയെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ നയനമോളെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എന്തു പറഞ്ഞിട്ടാണ് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുക? തുടർന്ന് ദേവയാനി പറയുകയാണ്, അതെങ്ങനെയാണ് ശരിയാവുക? ഞാൻ സ്നേഹിക്കുന്നു, സഹകരിക്കുന്നു എന്നുള്ളതിലല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. അവൾ ആദർശിന്റെ ഭാര്യയല്ലേ. ആദർശനാണെങ്കിൽ അവളെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൾക്കെതിരെ പഴയതുപോലെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും പറയുവാനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുവാനും തയ്യാറാകുന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇവൾ പറയട്ടെ, ഇവൾക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടിപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് ആദർശിനോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മതി. അല്ല, ആദർശിന്റെ അമ്മ പിണങ്ങാൻ വേണ്ടി ഒന്നുമല്ല ഞാനിങ്ങനെ പറഞ്ഞത്. സത്യമായ കാര്യങ്ങളല്ലേ ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഗോവിന്ദേട്ടനും ഞാനും കൂടി തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇവിടേക്ക് വന്നത്. ഇത് പറഞ്ഞ് കനക വീണ്ടും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. ഉടനെ ദേവയാനി നയനയോട് പറയുന്നുണ്ട്, അയ്യോ മോളെ, എല്ലാം കുഴച്ചിലായല്ലോ. മോളെ അവർ കൊണ്ടുപോകുമോ? ഞാൻ സമ്മതിക്കില്ല അതിന്. മോൾ ഒരിക്കലും അതിന് അനുവദിച്ചു കൊടുക്കരുത്. മോള് പറ്റില്ലെന്ന് പറയണം. മോള് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മ ആകെപ്പാടെ സങ്കടത്തിലായി പോവില്ലേ മോളെ? അത് പിന്നെ അമ്മേ, അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നതെന്നൊക്കെ പറയുമ്പോൾ ഇനി ഞാൻ എന്താണ് പറയുക? എന്തായാലും നമുക്ക് നോക്കാം. ഇത് പറഞ്ഞ് ഇരുവരും താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നവ്യയുടെ 7ാം മാസ ചടങ്ങ് വളരെ ഭംഗിയായി പൂർത്തിയാക്കപ്പെട്ടു. സദ്യയുമൊക്കെ കഴിച്ച് ഗോവിന്ദനും കനകയും നന്ദുവും കൂടി നവ്യയെ കൂട്ടി പുറപ്പെടുവാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് നവ്യ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കാൽപാദങ്ങൾ തൊട്ടു വണങ്ങി ഇരുവരോടും യാത്ര പറയുകയാണ്. മുത്തശ്ശി, ഞാൻ പോവുകയാണ്. ഇത് കേട്ടിട്ട് മുത്തശ്ശി, അയ്യോ, നവ്യമോൾ ഇങ്ങനെയാണോ പറഞ്ഞിട്ട് പോകുന്നത്? ഞാൻ പോയിട്ട് വരട്ടെ എന്നല്ലേ പറയേണ്ടത്? ഇനി ഇങ്ങോട്ട് തിരികെ വരുന്നത് മോൾ ഒറ്റയ്ക്കുമല്ലല്ലോ, ഒരു കുഞ്ഞുവാവയും കൂട്ടിയല്ലേ.
അപ്പോൾ നവ്യ, അത് പിന്നെ മുത്തശ്ശി, ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ സങ്കടത്തോടു കൂടി തന്നെയാണ് ഇറങ്ങുന്നത്. ഞാനിവിടേക്ക് ഇനി മടങ്ങി വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും ഒക്കെ. ഈ സമയത്ത് അബിയെങ്കിലും ഒന്ന് ചിരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് അത്രയും ഒരു ആശ്വാസം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അതുപോലുമില്ല. പിന്നെ എങ്ങനെയാണ് മുത്തശ്ശി ഞാൻ മടങ്ങി വരാം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്? നവ്യമോളെ, മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. ഒരു കുഞ്ഞുവാവ് മോൾക്ക് ജനിക്കട്ടെ, അതിനുശേഷം എല്ലാ കാര്യങ്ങളും മാറി മറിയുന്നത് കാണാം. അതുകൊണ്ട് മോള് സമാധാനത്തോടെ പോയി വാ. ഇത് കേട്ടിട്ട് നവ്യ തുടർന്ന് ജലജയുടെയും അബിയുടെയും അടുത്തേക്ക് പോയി യാത്ര പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നീ പോയാലോ വന്നാലോ എനിക്കൊന്നുമില്ല. എന്തിനാണ് വെറുതെ എന്നോട് യാത്ര പറയാൻ ഇങ്ങോട്ട് വരുന്നത്? നീ ഈ പോകുന്ന വഴി തന്നെ അങ്ങ് പോയാൽ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ സങ്കടം കുറച്ച് കഴിയുമ്പോൾ ഒരു മാരണത്തെയും കൂട്ടിക്കൊണ്ട് നീ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ എന്നുള്ളതാണ്. ഇത്രയും കേൾക്കുമ്പോഴേക്കും നവ്യയ്ക്ക് ഭയങ്കരമായ സങ്കടമാവുകയാണ്. നവ്യ ചോദിക്കുന്നുണ്ട്, അല്ല, എൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് നിങ്ങളുടെ മകൻ്റെതല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നോട് പിന്നെ എങ്ങനെയാണ് ഈ സംസാരിക്കേണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും എന്നിൽ നിന്നും ഇതുപോലെയുള്ള വാക്കുകളല്ലാതെ ഒരു നല്ല വാക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഒരു കാലത്ത് നിന്നെ ഞാൻ അംഗീകരിക്കില്ല. ഇത് കേട്ടുകൊണ്ട് തിരികെ ഒന്നും പ്രതികരിക്കാതെ നവ്യ അബിയോട് പറയുകയാണ്, അബി, ഞാൻ ഇറങ്ങുകയാണ്. നീ അങ്ങോട്ട് വരില്ലേ? ആ, ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇറങ്ങാം. അതെന്താടാ പറ്റിയാൽ വരാം, നോക്കട്ടെ എന്നൊക്കെ നീ പറയുന്നത്? എൻ്റെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞല്ലേ? ഈ കുഞ്ഞിനോട് നിനക്ക് യാതൊരു താല്പര്യവുമില്ലേ? താല്പര്യമില്ലെന്നല്ലല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരു താല്പര്യമില്ലായിരുന്നുവെങ്കിൽ ഇത്രയും കാലം നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് പലവിധമായ തിരക്കുകളില്ലേ? അതിനിടയിൽ സമയം കണ്ടെത്തി വേണ്ട ഞാൻ വരാൻ. ഇത് കേട്ടിട്ട് നവ്യ തിരിഞ്ഞു നടക്കുമ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടുമായിട്ട് കനക പറയുന്നുണ്ട്, അതെ മൂർത്തി സാറേ, നയനമോളെ കൂടി ഞങ്ങൾ ഈ കൂട്ടത്തിൽ കൊണ്ടുപോവുകയാണ്. നയനമോൾ കുറച്ചുനാൾ ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. അപ്പോൾ മുത്തശ്ശൻ, അതെന്താണ് കനകെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? അല്ല സാറേ, പെട്ടെന്നെടുത്ത തീരുമാനമല്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ആലോചിച്ചിട്ടാണ് വന്നത്. നയനമോൾക്ക് ഈ വീട്ടിൽ അങ്ങനെ കാര്യമായി അംഗീകാരവും പരിഗണനയും ഒന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ആദർശമോൻ്റെ അമ്മയ്ക്കാണെങ്കിൽ മോളെ ഇത്ര നാളായിട്ടും അല്പം പോലും താല്പര്യമില്ല. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ മോളൊന്ന് സന്തോഷം അനുഭവിക്കട്ടെ, കുറച്ച് ദിവസം മോള് ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ, അത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ വീണ്ടും മൂർത്തി സാർ, അത് പിന്നെ കനകയെ നയനയെ വിളിച്ചുകൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ട്? ആദർശിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ? ആദർശമോനോട് പറഞ്ഞു. അപ്പോൾ ആദർശമോന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് പറഞ്ഞത്. നയനയ്ക്ക് അവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം എന്ന് ആദർശമോൻ പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ പെട്ടെന്ന് ദേവയാനി ചോദിക്കുകയാണ്, ഇപ്പോൾ ഇവളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത്? തന്നെയുമല്ല, അവൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ആദർശ് ഇവിടെ ഉറക്കമില്ലാതെ രാത്രി തോറും നടന്ന് ബുദ്ധിമുട്ടുന്നത് ഞാനാണ് കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കനക, അങ്ങനെയൊന്നുമല്ല, ഞാൻ ആദർശ് മോനോട് സംസാരിച്ചതാണ്. ആദർശ് മോൻ മോളെ കൊണ്ടുപോയിക്കൊള്ളാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആദർശ് അങ്ങനെ പറയില്ലായിരുന്നല്ലോ. ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി മൗനമാവുകയാണ്. തുടർന്ന് ബാഗ് എടുക്കുവാൻ വേണ്ടി മുറിയിലേക്കെന്ന വ്യാജേന നയന കയറിപ്പോകുമ്പോൾ ദേവയാനിയും അതിൻ്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. അപ്പോൾ നയന പറയുകയാണ്, ഇതിപ്പോൾ ആകെ കുഴച്ചിലായല്ലോ അമ്മേ, എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ സാരമില്ല, അമ്മ വിഷമിക്കാതിരിക്കെ, ഞാൻ വേഗത്തിൽ അമ്മയുടെ അടുക്കൽ തിരിച്ചെത്തും. നയന ഇത് പറയുമ്പോഴും സങ്കടത്തോടു കൂടി നയനയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന ദേവയാനിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് നയന അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നവ്യയ്ക്കൊപ്പം നയന പോകുന്നത് കണ്ടുകൊണ്ട് ദേവയാനി അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അനാമിക വേഗം തൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട്, ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഗർഭിണിയും ഒപ്പം കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്കാനെന്ന് പറഞ്ഞ അനിയത്തിയും ഇവിടുന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എനിക്കതൊക്കെ ഓർക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എന്തായാലും ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് അച്ഛനോടും അമ്മയോടും നേരിട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഇത് പറഞ്ഞ് അനാമിക തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷം അനാമിക അച്ഛനോടും അമ്മയോടുമായി പറയുകയാണ്, ഇപ്പോൾ അവളുമാർ രണ്ടുപേരും അവരുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അനി ഇപ്പോൾ ഏട്ടത്തിയെ കാണാൻ എന്നുള്ള വ്യാജം പറഞ്ഞ് അവിടെ കയറി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഏത് നേരത്തും അവളോട് ഫോൺ വിളിയും ചാറ്റും ഒക്കെ തന്നെയാണ് അവൻ്റെ തൊഴിൽ. ഇപ്പോൾ എല്ലാറ്റിനുമുള്ള അവസരം തുറന്നു കിട്ടുകയും കൂടി ചെയ്തിരിക്കുന്നു. അപ്പോൾ രേവതി, പക്ഷേ മോളെ, എത്ര ദിവസം എന്ന് കണ്ടിട്ടാണ്? അവൾക്ക് വീണ്ടും ട്രെയിനിങ്ങിന് പോകാനുള്ള സമയം അടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളങ്ങ് പോവില്ലേ? അമ്മ, അതും പ്രശ്നമാണ്. അവൾ ഇവിടെ നിൽക്കുന്നതും ട്രെയിനിങ്ങിന് പോകുന്നതും എല്ലാം പ്രശ്നമാണ്. ഇവിടെ നിന്നാൽ അനിയുമായിട്ട് അവൾ കൂടുതൽ അടുക്കും. ട്രെയിനിങ്ങിന് പോയാൽ തിരിച്ചവൾ യൂണിഫോമിൽ മടങ്ങിയെത്തി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും. അതുകൊണ്ട് രണ്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ മോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വേണു ചോദിക്കുമ്പോൾ, അച്ഛാ, അവളെ ഇല്ലാതാക്കണം. ഇതല്ലാതെ വേറൊരു മാർഗമില്ല.
എനിക്ക് അനിയുടെ ഭാര്യയായി ജീവിതകാലം മുഴുവനും അനന്തപുരിയിൽ ജീവിക്കണം എന്നുള്ള വ്യാമോഹമൊന്നുമില്ല. പക്ഷേ അവൾ ഒരിക്കലും അവൻ്റെ ഭാര്യയാകാൻ പാടില്ല. അതെനിക്ക് കണ്ടു നിൽക്കുവാൻ കഴിയുന്ന കാര്യമല്ല. അനന്തപുരിയിലൊന്നും കിട്ടാവുന്നതിൻ്റെ പരമാവധി എത്രയും വേഗം സ്വന്തമാക്കി അവിടുത്തെ വാസം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ഇല്ലാത്തപ്പോൾ അവൾ ആ വീട്ടിൽ കയറിപ്പറ്റുക എന്നുള്ളത് ഒരിക്കലും അത് ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇല്ലാതെയാവണം. അപ്പോൾ വേണു പറയുകയാണ്, മോള് പറയുന്നതിൽ കാര്യങ്ങളൊക്കെയുണ്ട്. അവൾ ഒരിക്കലും യൂണിഫോമിൽ ധരിക്കാൻ പാടില്ല. അങ്ങനെ പോലീസായി അവൾ തിരികെ വന്നാൽ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. പക്ഷേ എന്താണ് നമ്മുടെ മുൻപിലൊരു വഴി? ഞാൻ ചിന്തിച്ചിട്ട് പഴയതുപോലെ ഒരു കൊട്ടേഷൻ അങ്ങ് കൊടുത്താലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അച്ഛൻ ഏത് നിമിഷവും കൊട്ടേഷൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇത്രയും കാലത്തിനുള്ളിൽ അച്ഛൻ കൊടുത്ത ഏതെങ്കിലും ഒരു കൊട്ടേഷൻ വിജയിച്ച ചരിത്രമുണ്ടോ? ഇതിനോടകം കൊട്ടേഷന് വേണ്ടി മാത്രം എത്ര ലക്ഷം രൂപ നമ്മൾ ചെലവഴിച്ചു. ആ പണം ഉണ്ടായിരുന്നുവെങ്കിൽ 10 പേരുടെ കടം ഈസിയായി പരിഹരിക്കാൻ പറ്റുമായിരുന്നു. എൻ്റെ മോളെ, നമ്മുടെ കാലക്കേടെന്നല്ലാതെ എന്താ പറയേണ്ടത്? മാത്രവുമല്ല, അവസാന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ സംസാരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. രാത്രിയിൽ ഈ പെരക്കകത്തിരുന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത് പുറത്തു പോയിട്ടില്ല. പക്ഷേ നീ എന്നോട് പറഞ്ഞത് അനന്തപുരിയിൽ ആരൊക്കെയോ കേട്ടിട്ടുണ്ട്. ആ സംശയമാണ് എൻ്റെ മനസ്സിൽ പ്രബലമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ക്യാമ്പിൽ വെച്ച് അവളെ ആക്രമിക്കുവാനുള്ള പദ്ധതി പൊളിഞ്ഞു പോയത്. പക്ഷെ ഇത്തവണ അങ്ങനെ ആവില്ല. നമ്മുടെ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമാക്കി തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. എൻ്റെ മനസ്സിൽ വരുന്നത് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപ് തന്നെ അവളെ തീർക്കണം എന്നുള്ളതാണ്. അതെ അച്ഛാ, അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. ഏട്ടത്തിമാരും അനിയത്തിയും കൂടി ഇപ്പോൾ സുഖിച്ച് സന്തോഷിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ട് ആ നവ്യ എന്ന് പറഞ്ഞവൾ മടങ്ങി വരും. ആ ഒരു കൊച്ചിനെ കാണുവാൻ വേണ്ടി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കാത്തിരിക്കുകയാണ്. ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം ആ കൊച്ചിന്റെ പേരിൽ അവർ സമ്മാനമായി വാരി വെച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അനന്തപുരിയിലെ സ്വത്ത് മുഴുവൻ നയനയുടെയും നവ്യയുടെയും നന്ദുവിന്റെയും സ്വന്തമായി മാറും. അപ്പോൾ വേണു, അതെ, മോള് പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഞാൻ നന്നായി പണി അറിയാവുന്ന ആരെയെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിക്കാം. പിന്നെ നിനക്കറിയാമല്ലോ, ഇതിനൊക്കെ പണച്ചെലവുണ്ട്. നല്ല രീതിയിൽ പണം മുടക്കണം, എങ്കിൽ മാത്രമേ കാര്യം നടക്കൂ. ഓ, അച്ഛൻ വീണ്ടും തുടങ്ങി പണം പണം പണം, എന്തു പറഞ്ഞാലും പണം. പക്ഷെ ഇതിനു മാത്രം പണം ഞാൻ എവിടെ നിന്നാണച്ച ഉണ്ടാക്കുക? അനന്തപുരിയിൽ സ്വത്തുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുമ്പോൾ എടുത്ത് വാരിക്കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ വേണു മോളെ, ഇതൊരു നല്ല അവസരമാണ്. നയനയും നവ്യയും ഇപ്പോൾ അവിടെ ഇല്ല. നയനയ്ക്കാണെങ്കിൽ ആ കിളവനും കിളവിയും കൂടി വാരിക്കോരി കൊടുത്ത കുറെ സ്വർണങ്ങളുണ്ടല്ലോ, അതൊന്നും പോയപ്പോൾ പെറുക്കി കെട്ടിക്കൊണ്ട് ആ കൊച്ചു പോകാൻ സാധ്യതയില്ല. ആദർശില്ലാത്ത സമയത്ത് ആ മുറി മോള് കാര്യമായിട്ടൊന്ന് പരിശോധിക്കണം. എൻ്റെ മനസ്സ് പറയുന്നത് ആവശ്യത്തിലധികം സ്വർണം അവിടെ നിന്ന് തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്നാണ്. അവളിനിയും അവളുടെ വീട്ടിലെ പൊറുതിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുവാൻ കുറെ സമയമെടുക്കും മോളെ. അതിനുള്ളിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. ഇത് കേൾക്കുമ്പോൾ അനാമികയുടെ മനസ്സ് പറയുകയാണ്, അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണല്ലോ. ഉടനെ അനാമിക പറയുകയാണ്, അച്ഛൻ പറഞ്ഞ കാര്യം ശരിയാണ്. അവൾ അങ്ങനെ സ്വർണമൊന്നും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകില്ല. എല്ലാം അവിടെ തന്നെ കാണും. ഒരു പെട്ടി നിറയെ സ്വർണമുണ്ട് അവളുടെ കയ്യിൽ. എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് രഹസ്യമായിട്ട് എല്ലാം ഒന്ന് വാച്ച് ചെയ്യട്ടെ. സാധ്യതകളെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ അച്ഛനെ വിളിക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് പറഞ്ഞിട്ട് അനാമിക വേഗം അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് വീണ്ടും മടങ്ങി പോവുകയാണ്. അനാമിക അനന്തപുരിയിൽ മടങ്ങിയെത്തുമ്പോൾ അനി തൻ്റെ റൂമിലുണ്ട്. അനി ചോദിക്കുകയാണ്, നീ എവിടെ പോയിട്ടാണ് ഈ വരുന്നത്? പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമായല്ലോ. നിന്നെ കാണാനില്ലായിരുന്നല്ലോ. നീ എവിടെ പോയിരിക്കുകയായിരുന്നു? ഞാൻ എവിടെ പോയി എന്ന് നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ പോകും. നീ പോകുന്നിടമൊന്നും എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. നിന്റെ കാമുകിയെ കാണാൻ വേണ്ടി നീ എല്ലാ ദിവസവും രാവിലെ പോകാറുണ്ടല്ലോ. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ? ഓഹോ, അത് ശരി. അപ്പോൾ കാര്യങ്ങൾ അവിടം വരെയായി അല്ലേ? നീ ഇപ്പോൾ നിന്റെ കാമുകനെ കാണുവാൻ വേണ്ടിയാണോ പോയത്? അതറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. നിന്റെ കാമുകിയെ തേടി നിനക്ക് പോകാമെങ്കിൽ എൻ്റെ കാമുകനെ തേടി എനിക്ക് പോകുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഞാൻ കാമുകനെ കാണാൻ തന്നെ പോയതാ. അങ്ങനെ തന്നെ നീ കരുതിക്കൂ. അല്ല, കാര്യം ചോദിച്ചപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത്? നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും വരാം. നീ സ്ഥിരമായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നീ ഒന്ന് ഒഴിഞ്ഞു പോയാൽ കൊള്ളാമെന്ന് തന്നെയാണ് എൻ്റെ എപ്പോഴത്തെയും പ്രാർത്ഥന. അതേടാ, എനിക്കറിയാം. ഞാനൊന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം നിനക്ക് അവളെ ഇവിടെ കയറ്റി പൊറപ്പിക്കാൻ. ഇത് കേട്ടുകൊണ്ട് അനി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് മുറിക്കകത്തുനിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് അനാമിക ചിന്തിക്കുകയാണ്, ഏത് മുറിയിലാണ് കയറേണ്ടത്? ഇവിടെ വലിയമ്മയുടെ മുറിയിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിലും നയനയുടെ മുറിയിലും സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏത് മുറിയിലാണ് കയറേണ്ടത്? എന്തായാലും നയനയുടെ മുറിയിൽ തന്നെ ആദ്യം കയറി നോക്കാം. ഇത് പറഞ്ഞിട്ട് അവിടേക്ക് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നയനയുടെ ഷെൽഫ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അനാമിക മനസ്സിൽ പറയുകയാണ്, അയ്യോ, ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. എന്തായാലും ഇതിൻ്റെ കീ ഇതിനകത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ട് തുടർന്ന് മുറിയിൽ പലയിടത്തും പരിശോധിച്ച് ഒടുവിൽ ആ താക്കോൽ കണ്ടെത്തുന്നുണ്ട്. ഈ താക്കോലുമായി തുടർന്ന് ഷെൽഫ് തുറക്കുകയും ആഭരണപ്പെട്ടി തുറന്ന് അതിൽ നിന്നും കുറച്ചധികം സ്വർണങ്ങൾ താൻ മോഷ്ടിക്കുകയും ചെയ്യുന്നു.
അതൊക്കെ തന്റെ മുറിയിൽ ഭദ്രമായി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ കൂടി ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നിട്ട് പരിസരമൊക്കെ വീക്ഷിച്ചതിന് ശേഷം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയുടെ വാതിൽക്കലേക്ക് ചെല്ലുന്നു. രണ്ടാളും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെല്ലെ അവരുടെ മുറിക്കകത്തേക്ക് കയറുകയാണ്. ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അല്പനിമിഷങ്ങളിലേക്ക് CCTV ക്യാമറാസ് എല്ലാം അനാമിക ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ കയറി അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണത്തിൽ നിന്നും കുറച്ചധികം അനാമിക അടിച്ചു മാറ്റുന്നു. ശേഷം തന്റെ മുറിയിലെത്തി എല്ലാം ഒരു ബാഗിൽ ഭദ്രമാക്കി വെച്ചതിന് ശേഷം വേണുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ, കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സ്വർണം കുറച്ച് അധികമുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ കൊടുക്കുവാനും ബാലൻസ് വരുന്ന പണം കൊണ്ട് അത്യാവശ്യം കടങ്ങൾ വീട്ടുവാനും ഉള്ളതുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, രാത്രിയിൽ ഒരു 12 മണിയാകുമ്പോൾ അച്ഛൻ ഇവിടേക്ക് വരണം. ഇത് കേൾക്കുമ്പോഴേക്കും വേണുവിനും രേവതിക്കും അതിയായ സന്തോഷമാവുകയാണ്. വേണു പറയുന്നു, ശരി മോളെ, കൃത്യം 12 മണിയാകുമ്പോൾ അച്ഛൻ അവിടെ എത്തിയിരിക്കും. അച്ഛ, വളരെ സൂക്ഷിക്കണം. കാർ ഓടിച്ച് അച്ഛൻ അനന്തപുരിയുടെ അരികിലേക്ക് എത്തരുത്. വണ്ടി ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു മാത്രമേ വരാവൂ. പിന്നെ സെക്യൂരിറ്റി വാതിൽക്കലുണ്ടാകും, അയാളുടെ കണ്ണു വെട്ടിച്ചു വേണം എത്താൻ. പിറകിൽ കൂടി മതിൽ ചാടി കടന്നു വേണം അകത്തേക്ക് വരാൻ. ഞാൻ ബാൽക്കണിയിലുണ്ടാവും. അച്ഛൻ മതിൽ ചാടി അകത്ത് കയറി കഴിയുമ്പോഴേക്കും ഞാൻ സ്വർണവുമായി താഴേക്ക് ഇറങ്ങി വരാം. ഇതെല്ലാം സമ്മതിച്ച വേണു സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അനാമിക അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. രാത്രി 11:45. ഈ സമയത്ത് അനാമിക സ്വർണമടങ്ങിയ ബാഗും എടുത്തുകൊണ്ട് വല്ലാത്തൊരു പരിഭ്രമത്തോടുകൂടി വേണു വരുന്നത് കാണുവാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് നടക്കുകയാണ്. അനി നല്ല ഉറക്കത്തിലാണ്. പക്ഷേ നയന വീട് വിട്ടുപോയതിന്റെ സങ്കടത്തിൽ ദേവയാനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. ദേവയാനി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ദേവയാനിയുടെ ചിന്തകൾ അങ്ങനെ കാടുകയറി പോവുകയാണ്. നയനമോൾ ഇനി എപ്പോഴായിരിക്കും ഇവിടേക്ക് മടങ്ങി വരിക? മോളൊന്ന് ഫോണിൽ വിളിച്ചിരുന്നെങ്കിൽ കുറച്ചു നേരം സംസാരിക്കാമായിരുന്നു. എങ്ങനെയാണ് മോളെ ഒന്ന് കാണാൻ പറ്റുക? എന്തായാലും 2 ദിവസം കഴിഞ്ഞ് അവിടേക്കൊന്ന് പോകണം. നവ്യയ്ക്ക് കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞു പോകാം. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേവയാനി അങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് തന്നെ വേണു കൃത്യം 12 മണിയായപ്പോൾ മതിൽ ചാടിക്കടന്ന് അനന്തപുരിയിലേക്ക് എത്തുന്നു. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട അനാമിക വേഗം ബാഗുമായി താഴേക്ക് ഇറങ്ങി ചെല്ലുകയും ചെടികളുടെ മറവിലൂടെ മെല്ലെ മറഞ്ഞു എത്തിയ വേണുവിന്റെ കൈകളിലേക്ക് ഈ സ്വർണമടങ്ങിയ ബാഗ് നൽകുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമയത്ത് കിടന്നിട്ട് ഉറക്കം വരാതിരുന്ന ദേവയാനി മെല്ലെ മുറി വിട്ടിറങ്ങി യാദൃശ്ചികമായി ബാൽക്കണിയിലേക്ക് എത്തുമ്പോൾ അനാമിക വേണുവിന്റെ കയ്യിൽ ബാഗ് കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ഇത് അനാമികയാണല്ലോ. എന്താണ് ഈ കുട്ടി ചെയ്യുന്നത്? വേണുവിനെയല്ലേ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? അയാളുടെ കയ്യിലേക്ക് സ്വർണമോ പണമോ എന്തൊക്കെയോ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് കടത്തുക തന്നെയാണ്. എന്തായാലും ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളിഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് ദേവയാനി. ഈ സമയത്ത് വേണുവിനെ പറഞ്ഞു വിട്ടിട്ട് സന്തോഷത്തോടെ അനാമിക മുകളിലേക്ക് കയറി വരുന്നു. മുകളിലേക്കെത്തിയ അനാമിക ദേവയാനിയെ കണ്ടിട്ട് പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെ ഒന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അനാമികെ, ഈ സമയത്ത് നീ എവിടെ പോയിരിക്കുകയായിരുന്നു? അത് പിന്നെ വല്യമ്മ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി. കുറച്ച് സമയം ഞാൻ ഈ ബാൽക്കണിയിൽ വന്ന് നിന്നു. പിന്നെ ഞാൻ ഓർത്തു അല്പനിമിഷം പുറത്തൊക്കെ ഇറങ്ങി നടക്കാമെന്ന്. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം വെറുതെ നടക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാനിങ്ങ് കയറി പോകുന്നതാണ്. അല്ല വല്യമ്മ, എന്താണ് ഉറങ്ങിയില്ലേ? വല്യമ്മയ്ക്ക് എന്തു പറ്റി? എന്നെപ്പോലെ രാത്രിയിൽ ഉറക്കമില്ലേ? അപ്പോൾ ദേവയാനി, എനിക്ക് ഉറക്ക പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉറങ്ങിയതാണ്. പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി ഉണർന്നു. അപ്പോൾ തന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ അനാമിക ഒന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോട്, വല്യമ്മേ, എനിക്ക് എന്തായാലും ഉറക്കം വരുന്നുണ്ട്, ഞാൻ കയറി കിടക്കട്ടെ. ഇത് പറഞ്ഞ് അനാമിക മുറിയിലേക്ക് പോകുമ്പോൾ ദേവയാനി വീണ്ടും മനസ്സിൽ പറയുകയാണ്, എന്തോ കള്ളത്തരം കാര്യമായിട്ട് ഇതിന്റെ പിൻപിലുണ്ട്. എന്തായാലും ഇത് പിടിച്ചേ പറ്റൂ. വേണു ഈ രാത്രിയിൽ ഇവളുടെ കയ്യിലൊന്നും സ്വർണമോ പണമോ തന്നെയായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ അവൾ വേണുവിനെ ഫോണിൽ വിളിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവളുടെ മുറിയുടെ അരികിൽ തന്നെ നിൽക്കാം. ഇത് പറഞ്ഞ് ദേവയാനി അനാമികയുടെ റൂമിന്റെ വാതിക്കൽ അങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. ദേവയാനി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനാമിക ഫോൺ എടുത്ത് പതിഞ്ഞ ശബ്ദത്തിൽ വിളിക്കുകയാണ്, അച്ഛാ, പുറത്തെത്തിയോ? വണ്ടിയിൽ കയറിയോ? സൂക്ഷിക്കണം കേട്ടോ. നാളെ തന്നെ ഈ സ്വർണം വിൽക്കണം. പിന്നെ ഇതുവരെ ചെയ്തതുപോലെ ആകരുത്. ഏതെങ്കിലും നല്ല കൊട്ടേഷൻകാരെ കാണണം. കുറഞ്ഞത് 5-6 ആൾക്കാരെയെങ്കിലും ഏർപ്പെടുത്തണം. അവളിനി ജീവനോടെ ഉണ്ടാവരുത്. ആവശ്യത്തിലധികമുള്ള പണം ഈ സ്വർണം വിറ്റാൽ തന്നെ കിട്ടും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യണം. ഇതെല്ലാം കൃത്യമായി കേട്ടുകൊണ്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ്, ഓ, അപ്പോൾ അത് ശരി. അനന്തപുരിയിലെ സ്വർണം മോഷ്ടിച്ചിട്ട് ആ പണം കൊണ്ട് നന്ദുവിന് വീണ്ടും കൊട്ടേഷൻ ഏർപ്പാടാക്കുക അല്ലേ? നിന്നെ അങ്ങനെ വിടുവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ കൊട്ടേഷൻ നീയും നിന്റെ തന്തയും കൂടി ഏർപ്പാടാക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഞെട്ടുന്ന മറ്റൊരു പണി ഞാൻ നിനക്ക് തരും. പിന്നെ നീ അതിലൊന്നും മൂരില്ല. ഇത് പറഞ്ഞ് ദേവയാനി തന്റെ മുറിയിലേക്ക് കയറിപ്പോവുകയാണ്. തുടർന്ന് ദേവയാനി ഒരു പ്രാർത്ഥന പോലെ മനസ്സിൽ പറയുകയാണ്, ഈശ്വര,
നയനമോൾക്കും കുടുംബത്തിനും എതിരായി ഇവൾ കാണിക്കുന്ന ഓരോ നെറികേടുകളും കൃത്യസമയത്ത് തന്നെ നീ എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ നയനമോൾക്കും കുടുംബത്തിനും ഒരാപത്തും വരുത്താതെ അങ്ങ് തന്നെ സംരക്ഷിക്കണമേ. ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി ഉറങ്ങുകയാണ്. എന്നാൽ തൊട്ടടുത്ത ദിവസം അനാമികയ്ക്ക് ദേവയാനി ഒരൊന്നൊന്നര പണിയാണ് വെച്ചത്. കാത്തിരിക്കാം ആ എപ്പിസോഡിന്റെ റിവ്യൂവിന് വേണ്ടി. അതുവരേക്കും ബൈ.